ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഗായ്സ്. നമുക്ക് വെക്കേഷൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വെക്കേഷൻ തുടങ്ങി ഗായ്സ്. ഇനി ന്യൂ ഇയർ കഴിഞ്ഞ 5-ാം തീയതി വരെയൊക്കെ വെക്കേഷൻ എന്ന് പറയുന്നുണ്ട്, അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ തന്നെ രാവിലെ എണീറ്റ് വന്നപ്പം ഇവിടെ കുഞ്ഞാമി ഇറങ്ങി നടക്കുന്നു ബാക്കിൽ. ഹായ് ഹായ് ചുട്ടുമണി, ഹായ് പറഞ്ഞേ കുഞ്ഞുമണ്ണ്. ഹായ് ഹായ് പറ, ഹായ് പറ. കുരിപ്പ് ഹായ് പറയുന്നില്ല. ഹായ് പറ. ഹായ് ഹായ്. എനിക്ക് നീരിച്ച മാറിയിട്ടില്ല ഗൈസ്, കുറഞ്ഞതായിരുന്നു, വീണ്ടും വന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പീരിയഡ്സ് ആയി ഗൈസ്. സോ എനിക്ക് എന്താകുമ്പോൾ വേദന ഇപ്പം ഇല്ല. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ മിക്കതും വേദന തുടങ്ങും. രാവിലെ തന്നെ കുളിക്കണം എനിക്കിന്ന്. പക്ഷെ ഭയങ്കര തണുപ്പാണ് ഗൈസ്, മടിയാവും. തണുപ്പെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ തണുപ്പാണ്, അതുപോലെ തണുപ്പാണ് ഗൈസ്. ബാക്കിലൂടെ നൈറ്റ് ഇട്ട് കിടന്ന് നടക്കുന്നു. അമ്മ പറയും, മമ്മി ഇവിടെ നിൽക്കുക, നല്ല രസമുണ്ടാവും. ഇതിന് നമുക്ക് ഇതൊന്നും വേണ്ട, ബ്യൂട്ടി ഒന്നും വേണ്ടല്ലോ. കണ്ടോ അകത്ത് പിടിക്കും സൺ കിസ്. കണ്ടോ രാവിലെ നമുക്ക് ചോറിന് മുതിരക്കറിയും മുതിരക്കറി ഈസ് അവർ സിഗ്നേച്ചർ കറി. അങ്ങനെ ഗൈസ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഗൈസ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പം സമയം ഇപ്പോൾ എത്ര മണിയായി? സമയം 11-12 മണി ആവാറായി എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും. ബാക്കി ഈ കുരു ഉണ്ടല്ലോ, ഇതെന്തിൻ്റെ കുരുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ കുരു ഈസ് പീരിയഡ്സ് കുരു. വയറുവേദന കേട്ടു. അപ്പൊ ഞാൻ ചോറ് കഴിക്കട്ടെ. കുറച്ചേരം നിന്ന് ടി വി കാണാം. ടി വിയിൽ എന്തെങ്കിലും കാണാം. ചീട്ട് കളിച്ച് ജിസ്മാൻ തോറ്റു ഗൈസ്. ജിസ്മാൻ ചീട്ട് കളിയിൽ തോറ്റു. എന്തോരത് കയ്യില് കുറെ ഉണ്ടല്ലോ ചീട്ട്. നിറച്ച് എന്തോരത് എല്ലാ ചീട്ടും എന്റെ വിജയത്തിന്റെ മുന്നോടിയാണ്. ഇല്ല അവിടെ എന്തേലും ഉണ്ടോ ജയിപ്പിച്ച്. കുഞ്ഞാരെല്ലാം എത്ര ഉണ്ട്? സോറി മോനെ, ഞാൻ മറന്നുപോയി മോനെ. വീഡിയോ എടുക്കണതല്ല, അതെന്നെ ഫോട്ടോ എടുക്കണതാ. ഗൈസ് ഇവിടെ പുറത്ത് കുടുംബ സമ്മേളനം നടക്കുകയാണ് ഗൈസ്. എല്ലാവരും ഉണ്ട് കണ്ടോ. നൈറ്റ് ഇട്ട ചേച്ചിമാർ, 2 നൈറ്റ് ഇട്ട ചേച്ചിമാർ, കുഞ്ഞാറ്റ, ജിസ്മോൻ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇവിടെ ഇവരിരുന്ന് ചർച്ചയിലാണ് ഗൈസ്, ചർച്ച. ഞാനപ്പോ വെറുതെ ഇരിക്കുകയാണ് ഇവിടെ പുറത്ത്. മേക്കപ്പ് ഒക്കെ ഇട്ടു കേട്ടോ. നമ്മൾ ഇന്ന് പാതിര കുർബാന ഉണ്ട്, പിന്നെ പുറത്തേക്ക് ഒന്ന് പോകണം, കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ പോവാണ്. നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പം അതിനു വേണ്ടി ഞങ്ങളുടെ പഴയ കോസ്റ്റ്യൂം എടുത്തിട്ടിരിക്കുകയാണ് ഗൈസ്. പഴയ നമ്മൾ മുമ്പ് ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിസ്മസിൻ്റെ. ഞങ്ങൾ കരോളിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അതേപോലെ കരോളിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതുപോലെ വീണ്ടും ഈ ഡ്രസ്സ് കൊടുത്തിട്ടു. അപ്പൊ നമുക്ക് വീഡിയോ ചെയ്യാം. അമ്മ കണ്ടാ, ഞങ്ങൾ പഴയ കോസ്റ്റ്യൂംസ് ഒക്കെ എടുത്തു. കുക്കുനെ വേടിപ്പിക്കാം. കുക്കു കുക്കു ഉമ്മ തരോ? ഉമ്മ ആമി വേണ്ട വേണ്ട.
രാത്രി മമ്മ നമ്മൾ പാതിര കുർബാനയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ ഇനി വീഡിയോ എടുക്കാം. വേറെ പണിയൊന്നും ഇല്ല ഇവിടെ. എനിക്കിനി ക്രോഷ്യ വാങ്ങിക്കണം, ക്രോഷ്യ ചെയ്യണം എനിക്ക്. ക്രോഷ്യ വാങ്ങിക്കണം. അടുക്കള പണികൾ കാണിച്ചു തരാനാണ് എനിക്ക്. അടുക്കളയിൽ കറി വെക്കുകയാണ് അമ്മച്ചി. ബീഫ് കറി. നാളെ വട്ടയപ്പവും തിന്നാനുള്ള ബീഫ് കറി വെക്കുന്നു. നമുക്കിങ്ങനെ വെറുതെ പോയി അവിടെ ഇരിക്കാം. പണിയൊന്നും ഇല്ല വേറെ. 12 മണിയാവാറായി ഗൈസ്. നമ്മൾ എങ്ങോട്ട് പോകുന്നു? നമ്മൾ പോകുന്നു കുർബാനയ്ക്ക്, പാതിര കുർബാനയ്ക്ക് പോവുകയാണ് ഗൈസ്. ഞാൻ, അമ്മ, അച്ചു, പിന്നെ അമ്മച്ചിയുണ്ട്, പിന്നെ ജിസ്മോനുണ്ട്, പിന്നെ കുഞ്ഞാറ്റിയുണ്ട്. ഞങ്ങൾ എല്ലാരും കൂടെ പാതിര കുർബാനയ്ക്ക് പോവാണ് ഗൈസ്. ആടി വിളിച്ചാൽ കൂട്ടിന് വരുമോ നീ? കുട്ടൻ നിന്നെ കിട്ടില്ലല്ലോ ചിട്ടാ. എന്റെ കരളിന്റെ വാതിൽ തുറക്കാതെ അരുതേ പറയരുതേ, എന്റെ സ്നേഹിതയാണ് നീ. ഞാനില്ല നിന്നോട് കൂടാൻ. അടുത്ത പരിപാടി കഴിഞ്ഞു. പ്രശ്നമില്ല അതല്ല പാടാ ആരോടാ. ഫുഡ് കഴിക്കാനുള്ള ഇതാണ് നിറഞ്ഞു തുളുമ്പുന്ന അവതാറിലെ അത്ഭുത വൃക്ഷത്തിന്റെ പരിശീലനമാണ്. ആ വൃക്ഷച്ചെരുവിലാണ് പുൽക്കൂട്. ക്രിസ്മസ് അലങ്കാരം ചെയ്യുന്നു. ഇടതുഭാഗത്തെ ദൃശ്യാവിഷ്കാരം അവതാറിലെ ഹല്ലേലൂയ ഗ്രൂവ് എന്ന ദ്വീപാണ്. മീശോ കിടക്കുന്നു. ഏത് സ്റ്റാറാ ഫസ്റ്റ്? എന്തെന്തോ ഇതിനകത്ത് നല്ല രസമുണ്ട് കാണാൻ. ഇതിന്റെ ബൈ 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 ബൈ. ഹാപ്പി ക്രിസ്മസ്. ഹായ് ഗൈസ്. അപ്പൊ എല്ലാവരോടും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ആ വലിയ മമ്മിക്ക് നിനക്ക് കൂപ്പൺ അടിച്ചു കേട്ടു വാഷിംഗ് മെഷീൻ. അങ്ങനെ ഞങ്ങളെ വലിയമ്മയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോകുന്ന വഴിക്ക് കൊഴുക്കുള്ളി പള്ളിയിൽ ജസ്റ്റ് ഒന്ന് കയറിയായിരുന്നു. അവിടെ പുൽക്കൂടും പിന്നെ ട്രീ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു DJ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഗൈസ്. പിന്നെ നമുക്ക് ഇപ്രാവശ്യം വാലായ്മയാണ് ഗൈസ്. അപ്പച്ചനില്ലാത്തതുകൊണ്ട് അങ്ങനെ നമുക്ക് ക്രിസ്മസ് ആഘോഷമൊന്നും ഇല്ല.
പിന്നെ ഇന്നത്തെ ദിവസം ഭയങ്കര വിഷമമുള്ളൊരു ദിവസം കൂടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പം അപ്പച്ചൻ്റെ ബർത്ത്ഡേയും ഉണ്ണീശോൻ്റെ ചിഹ്നനൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ആഘോഷിക്കാറ്. ഞങ്ങൾ ഒരുമിച്ച് രാത്രി എല്ലാവരും കൂടെ ഒന്ന് കേക്ക് മുറിക്കുക. 12 മണി കൊല്ലം വരെ നല്ല സന്തോഷമായിരുന്നു നമ്മുടെ വീട്ടിൽ. ഇപ്പം അതൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പച്ചനെ തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അപ്പച്ചൻ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ അവിടുത്തെ പുൽക്കൂടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.